LDF സ്വതന്ത്രനായി PV അൻവർ ജയിച്ച് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ സീറ്റാണ്. അവിടെ പുതുതായി മത്സരിക്കാൻ ഒരു സ്വതന്ത്രനെ തേടുകയാണ് CPM എന്നുള്ളതാണ് വാർത്ത. മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി, ചുങ്കത്തറ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ തോമസ് മാത്യു, നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരൊക്കെയാണ് പരിഗണനയിലുള്ളത്. വിജയസാധ്യതയുള്ള മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും പരിഗണിക്കുന്നുണ്ട്. അരുൺ അമൃതനാഥാണ് വിവരങ്ങളുമായുള്ളത്. അരുൺ, നിലമ്പൂരിൽ CPM സ്വതന്ത്രനെ പരീക്ഷിച്ച് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ഇത്തവണ അൻവർ മറുപക്ഷത്തേക്ക് പോകുമ്പോൾ വേറൊരു സ്വതന്ത്രനെ, കുറെ കൂടി അംഗീകാരമുള്ള ഒരു സ്വതന്ത്രനെ നേടുക എന്നുള്ളൊരു വലിയ ശ്രമകരമായ ദൗത്യം CPM-നെ സംബന്ധിച്ചുണ്ട്. പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാമോ? അഭിലാഷ്, ആ ഘട്ടത്തിലേക്ക് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയില്ലെങ്കിൽ കൂടി പൂർണ്ണമായും സ്വതന്ത്ര പരീക്ഷണം ഉപേക്ഷിക്കില്ലെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം VP അനിൽ ആദ്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടി സജീവമാകുന്നത്, പേരുകൾ കൂടി വരുന്നത്. U ഷറഫ് അലി എന്ന മണ്ഡലത്തിലും ജില്ലയിലാകെ സുപരിചിതനായ മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലിയുടെ പേര് മുന്നിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ചുങ്കത്തറ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പാളായിരുന്ന തോമസ് മാത്യുവിൻ്റെ പേര്, നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റെ പേര് ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ CPM പരിഗണിക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള സ്വതന്ത്ര പരീക്ഷണം. അതിലൊരു അതൃപ്തി, പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി ഉള്ളതിൽ അതൃപ്തി ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടി ഒരു എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ സ്വീകാര്യനായ, പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരു സ്വതന്ത്രനെ കൂടി പരിഗണിക്കണം എന്നുള്ളതായിരിക്കും CPM ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫോർമുല. അപ്പോൾ സുപരിചിതനായ U ഷറഫ് അലി ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണിക്കുന്നതും അതുകൊണ്ടാകാം. മണ്ഡലത്തിൻ്റെ, ജില്ലയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ CPM-ൻ്റെ ഒരു പരമ്പരാഗത ശൈലി അത് തന്നെയാണ്. ജില്ലയിലുള്ള 4 MLA-മാരാണ്. അതിൽ പൊന്നാനിയിലെ നന്ദകുമാറിനെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ നിന്ന് PV അൻവർ, താനൂരിൽ നിന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ, ഒപ്പം തന്നെ ഈ 3 പേരുകളും 3 MLA-മാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്, തവനൂരിലെ KT ജലീൽ ഉൾപ്പെടെ. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണം ഇനിയും തുടരും എന്നൊരു സൂചന തന്നെ CPM അവിടെ തരുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് നേരത്തെ DYFI ജില്ലാ പ്രസിഡന്റായ P ഷബീറിനെയും M സ്വരാജിനെയും ഉൾപ്പെടെയുള്ള പേരുകൾ നേരത്തെയും പരിഗണിച്ചത്. എന്തായാലും കാര്യമായ പഠനവും ചർച്ചയും ഒക്കെ CPM-നകത്ത് നടക്കുന്നുണ്ട്. അതിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന സ്വീകാര്യനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊരു ഫോർമുല കൂടി CPM ഇപ്പോൾ തയ്യാറാക്കുകയാണ്. അഭിലാഷ്, ദിവീഷ്. എന്തായാലും നിലമ്പൂർ പിടിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസും തേടുന്നുണ്ട്. ഒരു പക്ഷേ DC പ്രസിഡന്റ് ജോയി തന്നെ ആവാം. അപ്പം നിലമ്പൂർ നിലനിർത്താൻ CPM പുതുമുഖങ്ങളെ ആരെങ്കിലും കടത്തി ഇറക്കാനുള്ള, ഇതുപോലെ പൊതു സ്വതന്ത്രരെ ആരെങ്കിലും കടത്തി ഇറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.